UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്ന ആവശ്യം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെയുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച CCI ഈ നടപടിയോടെ പദ്ധതിയുടെ നിയമസാധുതയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശൂർ സ്വദേശിയായ ബസ് ഉടമ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ CCIയെ സമീപിച്ചിരിക്കുകയാണ്. CCI ഹർജി ഫയലിൽ സ്വീകരിച്ചതോടെ നിയമസാധുതയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ബിബിൻ ടി ആലപ്പാട്ടാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് ഹർജിയിലെ പരാതി. വിപണിയിലെ തുല്യ മത്സര സാഹചര്യമെന്ന സാമാന്യ നീതിക്ക് വിരുദ്ധമാണ് സർക്കാരിന്റെ പദ്ധതി. ഇത് നടപ്പിലാക്കിയതോടെ പ്രൈവറ്റ് സ്റ്റേജ് കാരിയേഴ്സിൽ നിന്ന് വൻതോതിൽ സ്ത്രീ യാത്രക്കാർ KSRTCയിലേക്ക് യാത്ര മാറ്റി. യാത്ര സൗജന്യമാണെന്ന ഏക കാരണത്താലാണ് അവർ KSRTCയിലേക്ക് മാറിയത്. അതുമൂലം സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ നഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ബസ് സർവീസ് നടത്തുക എന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാതായി. നഷ്ടം മൂലം ഇതിനോടകം 750-ലധികം സ്വകാര്യ ബസ്സുകളാണ് സർവീസുകൾ നിർത്തിയത്. കൂടുതൽ ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കുന്നതിന്റെ വക്കിലെത്തി നിൽക്കുകയുമാണ്. ഓരോ ദിവസവും കൂടുതൽ സ്ത്രീ യാത്രക്കാർ ഒഴിഞ്ഞു പോകുന്നത് സ്വകാര്യ ബസ്സുകളുടെ സാമ്പത്തിക നഷ്ടം കൂട്ടുകയാണ്. സർവീസുകൾ ഇല്ലാതാകുന്നത് ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടത്തിന് ഇടയാക്കുന്നുവെന്നാണ് ഹർജിയിലെ വാദം. എന്തായാലും UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കിയേക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.